ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മമ്പുറത്തേക്കാട്ടോ. മമ്പുറം മക്കാമിൽ എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അവിടെ ഒരു ദിക്ർ നടക്കാറുണ്ട്, സ്വലാത്ത്. ആ സ്വലാത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ആണിത്. ഇവിടെ ഒരു പഴയ പള്ളിയായിരുന്നു, പുതുക്കി പണിതതാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് മമ്പുറം പള്ളി. പള്ളി പുതുക്കി പണിയാണ്. പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മമ്പുറം മക്കാമിലെത്തി തുടങ്ങി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മമ്പുറം മക്കാമ്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഇവിടെ സലാത്ത് നടക്കൽ. മരുവാൻ കൊടുത്തപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സലാത്ത് നടക്കും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ സലാത്തിന് വന്ന ആളുടെ വാഹനങ്ങളാട്ടോ. താഴെ ഫുള്ളായതുകൊണ്ടാണ് ഇവിടെ മേലെ ബ്രിഡ്ജിൻ്റെ മേലെ കൊടുത്തിട്ടുള്ളത്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഈ ബ്രിഡ്ജിൻ്റെ താഴെയാണ് സൗകര്യമുള്ളത്. തുടങ്ങി. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك صلاة تنجينا بها. തിരിച്ചു നൽകണമല്ല. ഞങ്ങളെ ഈ കുടുംബത്തെ നീ കാക്കണേ റബ്ബേ. പടച്ചവനെ പച്ച സീരിയസായി കിടന്ന് എന്താണ് ഖൈറ് അതിന് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതമാണ് ഖൈറെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പടച്ചവനെ മറ്റുള്ളവർ നോക്കി ക്ഷീണിച്ചു പോകുന്ന അസുഖം ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാഹ് എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാകണേ റബ്ബേ. നീയല്ലാതെ പറയാ ഞങ്ങൾക്ക് വേറെ ആരില്ല റബ്ബേ. ഒക്കെ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ. കുറച്ചവരെ ഞങ്ങൾ ഏതൊരു മഹാന്റെ ഹദറത്തെയാളുള്ളത് റബ്ബേ. മഹാനെ തപസ്സിനാക്കി ചോദിക്കുന്നു റബ്ബേ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ സന്തോഷത്തിൽ പൂർത്തിയാക്കണേ റബ്ബേ. പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. ഉള്ള ജോലിയിൽ ഖൈറും ബർക്കത്തും നൽകണേ റബ്ബേ. കടമുള്ളവരെ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. അല്ലാഹ് സ്വർണം നഷ്ടപ്പെട്ടവരുടെ തിരിച്ചു നൽകണം റബ്ബേ. കാശ് നഷ്ടപ്പെട്ടവരുടെ തിരിച്ചു നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബ്ബേ. വീടിന്റെ പണി തുടങ്ങിയവർക്ക് വേഗം പൂർത്തിയാക്കാൻ വഴി എളുപ്പമാക്കണേ റബ്ബേ. വീട് വെക്കാൻ ഒരു ഇഞ്ച് പോലും സ്ഥലമില്ലാത്തവരുണ്ട് അല്ലാഹ്. ഖൈറായ നിലക്ക് അവർക്ക് സ്ഥലം നൽകണേ റബ്ബേ. സ്ഥലം വിറ്റുപോകാനുള്ളവരുണ്ട്. ഖൈറായ നിലക്ക് വിറ്റുപോകാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ. കടങ്ങളൊക്കെ വീട്ടാൻ വഴി എളുപ്പമാക്കി തരണേ റബ്ബേ. പടച്ചവനെ കച്ചവടക്കാര് കച്ചവടത്തിലും കൃഷിക്കാര് കൃഷിയിലും കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ബർക്കത്താക്കി തരണേ റബ്ബേ. ഒരാളെ മുമ്പിൽ കൈ കിട്ടുന്ന ഫഖ്റ് തരരുത് അല്ലാഹ്. ആവശ്യമുള്ളത് അതേത്ത് ഞങ്ങളെ കൈകളിലെത്തിക്കണേ റബ്ബേ.
ഞങ്ങൾ ഇസ്സത്തിലാക്കണേ അല്ലാ. ഒരു വിഷയത്തിലും എവിടെ വെച്ചും വശമാക്കരുത് റബ്ബേ. ഞങ്ങൾക്ക് ഹബീബുനാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധ ഹദറത്തിൽ പോവണം തൗഫീഖ് തരണേ റബ്ബേ. മദീനയിൽ പോവാൻ തൗഫീഖ് തരണം റബ്ബേ. ഇവിടത്തോടുള്ള ഹുബ്ബ് ഏറ്റി തരണേ റബ്ബേ. ഇവിടുത്തെ ശഫാഅത്ത് തരണം റബ്ബേ. മദീനയിൽ പോയി നേരിട്ട് സലാം പറയാൻ തൗഫീഖ് തരണം റബ്ബേ. പരിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും നീ തൗഫീഖ് തരണേ റബ്ബേ. പടച്ചവനെ ഉംറക്കുവാൻ ഉദ്ദേശിക്കുന്നവർ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ കല്യാണമായ കുട്ടികൾ ഖൈറായി ഇണകൾ നൽകണേ റബ്ബേ. ഇവരെ പ്രയാസങ്ങൾ നീക്കണേ തമ്പുരാനെ. കല്യാണം കഴിഞ്ഞവർ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. അല്ലാഹ് അവിഹിത ബന്ധത്തിൽ കുടുങ്ങിയിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മനസ്സ് മാറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ചെറുന്നവരെ സലാമത്താക്കണേ റബ്ബേ. അല്ലാഹ് ഗർഭിണികളായ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. കല്യാണം കഴിഞ്ഞവർക്ക് ഖൈറായ മക്കളെ നൽകണേ റബ്ബേ. സന്താനമില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹ് കടലിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഇവരെ മുറാദാസിനാക്കണേ തമ്പുരാനെ. ആരൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു റബ്ബേ നിനക്കറിയാമല്ലോ. ഈ പരിശുദ്ധ ഹദറത്തിന്റെ മഹത്വം മനസ്സിലാക്കി പറഞ്ഞതാണ് റബ്ബേ. അവരുടെ ദുആക്ക് ഇജാബത്ത് നൽകണം റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ ശക്തിപ്പെടുത്തണേ റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും നീ വിജയിപ്പിക്കണേ റബ്ബേ. റബ്ബേ എല്ലാം നീ ഖൈറിലാക്കണേ തമ്പുരാനെ. എല്ലാ ഉലമാക്കളെയും ഒന്നിപ്പിക്കണേ റബ്ബേ. ഐക്യത്തിലും സ്നേഹത്തിലുമാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ ഒരു ശബ്ദമാക്കണേ റബ്ബേ. അനൈക്യത്വത്തെ കാത്തിരക്ഷിക്കണേ റബ്ബേ. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് തരണേ റബ്ബേ. കുറച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സലാമത്ത് കൊടുക്കറബ്ബേ. രക്ഷ നൽകി റബ്ബേ. നീ തുണയാകണേ റബ്ബേ. നീ തുണയാകണേ അല്ലാഹ്. നീ തുണയാകണേ അല്ലാഹ്. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് തരണേ റബ്ബേ. ഞങ്ങളുടെ രാജ്യത്ത് സൗഹാർദ്ദം നിലനിർത്തി തരണേ റബ്ബേ. റബ്ബേ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ നീ റാഹത്ത് തരണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ മരണസമയം എപ്പോഴാണെന്ന് അറിയില്ല റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. മരിക്കൽ ഖൈറാകുന്ന സമയം പരിപൂർണ ഈമാനോടുകൂടി സലാമത്താക്കണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ഞങ്ങളെല്ലാ ആഖിബത്തും നന്നാക്കണേ റബ്ബേ. മഹാന്മാരെ ഹുദൂറിലാക്കണേ റബ്ബേ. മഹാന്മാരെ ഹദറത്തിലാക്കണേ റബ്ബേ. ശൈത്താനെ ശർറിന്ന് സലാമത്താക്കണേ റബ്ബേ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റബ്ബേ. ربنا عليك توكلنا وإليك نبنا وإليك المصير. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മരിച്ച മാതാപിതാക്കളെ ഖബർ സ്വർഗ്ഗത്തിന്റെ റബ്ബാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഈ മക്കാമിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് സ്വതക്ക നൽകുന്നവർ ആ വിഷയത്തിലേക്ക് സഹായിച്ചവരെ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا وأوصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. اللهم إنا نسألك التوبة ودوامها ونعوذ بك من المعصية وأسبابها. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا وارحمنا بأنواع رحمتك يا أرحم الراحمين. അങ്ങനെ സലാത്തും ദുആക്ക് കഴിഞ്ഞു ആളുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും ഉണ്ടാവും, അത് എല്ലാ വ്യാഴാഴ്ച ഉണ്ടാവും. രാവിലെ